ചൂണ്ടിടാൻ പോയപ്പോൾ കിട്ടിയ മീനാട്ടതൊക്കെ. ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോസാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ മീൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പേര് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അറബിയിൽ എന്താ പേര് ഇതിനെ വിളിക്കലെന്നുള്ളത്. ഇതിൻ്റെ പേര് എനിക്കല്ലാതെ അറിയില്ല കേട്ടോ. ഇതൊരു വെറൈറ്റി മീനാണ്. അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള മീൻ. ഇത് നമ്മൾ തത്തമ്മ ഫിഷ്, അറബിയിൽ ഹരീൽ പറയും. പിന്നെ ഇത് നമ്മളൊരു ഐലൻഡൊക്കെ ഒരു കാറ്റഗറി പെട്ടൊരു മീനാണ് കേട്ടോ. നല്ല മുള്ളുള്ള നല്ല പവർഫുൾ ഒരു മീനാണ്. ഏകദേശമൊക്കെ ഐലൻഡ് ഒരു കാറ്റഗറി പെട്ട മീനാണത്. ഇത് നമ്മളെ നാട്ടിലെ തിരുത. ഇതും ചൂണ്ടലിനൊക്കെ കിട്ടി തന്നെ കേട്ടോ. എല്ലാം ചൂണ്ടലിന് കിട്ടി തന്നെയാണ്. ഇതിന് സൗദിയിൽ പറയല്, അറബിയിൽ പറയല് അറബി എന്ന് പറയും. മീനിൻ്റെ പേര് അറബി എന്ന് പറയും. പിന്നെ ബൂജി എന്നും പറയും. 2 പേരുണ്ട് ഇതിന്. അപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യം നമുക്ക് ടൂൾസൊക്കെ ഒന്ന് എടുത്തൊന്ന് ക്ലീൻ ആക്കണം. ടൂൾസ് ഒന്ന് മൂർച്ചം കൂട്ടാണ്ട്. ഫുൾ ടൂൾസ് ഇട്ടിട്ട് നമ്മൾ ഫിഷ് കട്ട് ചെയ്യാൻ പോണേ. ഇതിൻ്റെ ചെളുക്ക റിമൂവ് ചെയ്യണമാണ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. പിന്നെ നമ്മുടെ കത്രിക. എല്ലാം ഒന്ന് വെള്ളത്തിട്ട് നനച്ച് ഓരോന്നോരോന്ന് നമുക്ക് പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളൊരു കോലിമീനെ മറന്നു പോയി കേട്ടോ. ഒരു കോലിമീനും കിട്ടിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ കോലിക്ക് എന്താ പേര് വെച്ചാൽ അറബിയിൽ 2 പേര് പറയലുണ്ട്. ഒന്ന് ജമ്പർ എന്നും പറയലുണ്ട്. വേറൊരു പേരും കൂടി ഉണ്ട്, ഞാൻ മറന്നുപോയി. ആർക്കെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ മീനിൻ്റെ പേരെന്താണെന്നൊന്ന് പറയണം കേട്ടോ. ഇതിൻ്റെ സ്കിന്നൊരു വേറെ ടൈപ്പാണ്. ഒരു സ്രാവിൻ്റെ ഒക്കെ ഒരു കാറ്റഗറിയിൽപ്പെട്ടൊരു സ്കിന്നാണ് അതിന്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഉഷാറാക്കി എടുക്കണം. അത് ഓരോന്നോരോന്നായിട്ട് മാറ്റിക്കാം. നമുക്ക് എല്ലാത്തിൻ്റെയും ചിറകാണ് കട്ട് ചെയ്യാം. ഈ മീനെ പൊടിച്ച സമയത്ത് നല്ലൊരു കുത്ത് കിട്ടി കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നല്ല ഷാർപ്പ് മുള്ളുള്ളത്. അടിഭാഗത്തും ഉണ്ട്, മേൽഭാഗത്തും എല്ലാ ഭാഗത്തും ഉണ്ട്. ഇതിൻ്റെ പേര് സീജാൻ എന്നാട്ടോ അറബി പറയല്. സൗദിയിലൊരു സ്ഥലമുണ്ട് ജീസാന്, അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കേൾക്കണ ഒരാൾക്ക് ഇത് അറബി സൗദിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ട് വിചാരിച്ചു. അത് ജീസാനാണ്. ഇതിൻ്റെ പേര് സീജാൻ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ സംസാരത്തിൽ. വാക്കുകൊണ്ട് പുറത്ത് നമ്മൾ കേൾക്കുമ്പോൾ. അപ്പം ഇതിനെ പിന്നെ അധികം തൊലി കളയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ചിറകും വാലും കട്ട് ചെയ്താൽ മതി. നമ്മളെ കോലിമീൻ നല്ല വലിപ്പം വെക്കണ കോലിമീനാട്ടത്. ഇതിന് ഒരുപാട് വലിപ്പം വെക്കാറുണ്ട്. കോലിമീൻ്റെ യഥാർത്ഥ വലിപ്പമൊക്കെ ഞാൻ അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം. നല്ല ഫുൾ സൈസുള്ള ഒരു കോലിമീൻ ഏകദേശം 1 കിലോൻ്റെ ഒക്കെ മേലെ വരുന്നുണ്ട്. ഈ മീനിൻ്റെ പേര് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടുതലും പച്ചക്കറികളാണ് തിന്നണമെന്നുണ്ട്. കടലിലുള്ള പൂപ്പൽ പായലൊക്കെ അതാണ് മെയിനായിട്ട് ഇത് തിന്ന്
അതിൻ്റെ വയറ്റിൽ കാര്യമായിട്ടുള്ളതാണ്. വലിയ ഇതാണ് മുള്ളും കാര്യങ്ങളൊക്കെ. എന്താ ഷാർപ്പ് വരും. അടിഭാഗത്തൊക്കെ നല്ല പവർഫുള്ളായിട്ടുള്ള മുള്ളുണ്ട്. അതൊന്നും കത്രിക നമ്മളാണ്ട് മുറിക്കാൻ കഴിയുന്നില്ല. നമ്മൾ തിരുതിയും കൂടെയാണ് ഇതാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചിളക്ക നമുക്കണ്ട് ഒഴിവാക്കാം. നല്ല ഫൈറ്റ് കിട്ടിയ മീനാട്ടോ. ഇത് പിടിക്കണ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പിലല്ല ഇതിന് പോയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ മിസ്സായത്. നമ്മളെ കുബൂസ് ഇട്ടുകൊണ്ട് തന്നെ കേട്ടോ, നമ്മളെ മെയിൻ മെത്തേഡ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ മീൻ കിട്ടിയത്. ഈ മീനൊക്കെ മൊത്തം കിട്ടിയതും അങ്ങനെ തന്നെ കേട്ടോ. ഇതിലുള്ള എല്ലാ മീൻ കിട്ടിയതും. കുബൂസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പുതിയ കുബൂസാണെന്നുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ തൊലി കളഞ്ഞ എല്ലാ മീനൊന്ന് നമ്മൾ ഈ മീനൊന്ന് ഒരു മേത്തൊരു കൊഴുപ്പ് മാറ്റിയ സാധനമുണ്ട്, അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ മീൻ ഉഷാറായി. തല നമുക്കിവിടെ ഒരു പൂച്ചുണ്ട്, അതിനും കൊടുക്കാം. അവിടെ ഞാൻ എപ്പോൾ മീൻ വെട്ടാൻ പറ്റുകയാണെങ്കിലും ഇവിടെ കാത്തിക്കലുണ്ട്. വലിയ കത്തിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പരിപാടി തീർക്കാം. മീനൊക്കെ നല്ല പവറും മീനായതുകൊണ്ട് ഇതിൻ്റെ പള്ളഭാഗം കൊണ്ടാണ് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല നെയ്യുള്ള സമയം കേട്ടോ മീൻ്റെ ഒപ്പം. ഈ വെള്ള കാണുന്ന ഈ സാധനമൊക്കെ നെയ്യാണ്. നമുക്ക് രണ്ട് കഷ്ണമൊക്കെ പൊരിക്കാനാക്കിയാണ്ട് അങ്ങനെ ആ സീജാൻ നമ്മളെ അയിലയുടെ കാറ്റഗറിയിൽപ്പെട്ട മീനെ അതിനെ ക്ലീനാക്കി കഴിഞ്ഞ് നമുക്ക് കോലിനെ എടുക്കാം. കോലിൻ്റെ അകത്ത് അത്യാവശ്യം ചെളുക്കുണ്ട് കേട്ടോ.
കോലിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കോലിന് നമുക്ക് അച്ചേക്കനാണ്ട് ശരിയാക്കുക നല്ലത്. കോലിന് നമുക്ക് ഇങ്ങനെ ചെറിയ വര ഒരുപാട് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ മസാല തേക്കുമ്പോൾ പെട്ടെന്ന് പിടിച്ചോളും. ചെറിയ വേവ് മതിയാവും കോലിക്കൊക്കെ. നമ്മളെ തത്തമ്മ ഫിഷിനെ ഒന്ന് സെറ്റാക്കാം. തത്തമ്മ ഫിഷിൻ്റെ കട്ടിങ് ഫുള്ളായിട്ടില്ലല്ലോ, ചെറിയ മറന്നതോ. എന്തായാലും നമ്മൾ ചിറകും കൂടെ ഉണ്ട് മിച്ചം വന്നത് കൊണ്ട് കട്ട് ചെയ്യാം. തത്തമ്മ ഫിഷിക്കിന് ഏകദേശം കിലോനെ 30, 35, 40 റിയാലൊക്കെ വില വരുന്നുണ്ട് കേട്ടോ ഇവിടെ. തത്തമ്മ ഫിഷിൻ്റെ ചെളുക്ക അത്യാവശ്യം വലിയ ചെളുക്കാണ്. ഇതൊന്നല്ല ഇതിൻ്റെ വലിപ്പം ഉണ്ടാവില്ല, നല്ല വലിപ്പം വെക്കണ മീനാണ്. ഒരു മീഡിയം സൈസ് സാധനമാണ്. നല്ല മൂത്തതാണെങ്കിൽ ഇതേമാതിരി പെട്ടെന്നൊന്നും ഈ ചെളുക്ക പോരൂല. ഇതിൻ്റെയൊക്കെ മീനിൻ്റെ ചെളുക്ക നല്ല പാറ്റേൺ ആയിട്ടുള്ള ചെളുക്കാണ്. കലാകാരന്മാരെ കൈ കിട്ടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മുടെ അടുത്ത് ഈ ക്ലീൻ ചെയ്യുന്ന ഈ സാധനങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് നല്ല കൈക്കെല്ലാം പരിക്കറ്റലുണ്ടേനെ. ഇന്ന് കത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. കത്തി നല്ല കൈമേൽ തട്ടിയിട്ട് കൈയൊക്കെ ഒരുവിധമൊക്കെ മുറിയായിക്കാണ്ട് അത്യാവശ്യം നല്ല പരിക്കുണ്ടാവില്ലേ. പരിക്ക് കൂടുതലതിന് അന്നൊക്കെ. അപ്പം പിന്നെ കത്തിയും വലുതായി. നമ്മൾ വീഡിയോയിലൊക്കെ ആദ്യമൊക്കെ കാണാം എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് ഇനം ക്ലീൻ ആക്കിയൊക്കെ. തല വേണ്ട കേട്ടോ, തല അടക്കില്ല. അത് നമ്മൾ പൂച്ച സാറിന് കൊടുക്കാം. ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ പൂച്ച നല്ലപോലെ തിന്നോളും. ഇതിൻ്റെ ബോയൻസി ഇട്ടത് മീനിൻ്റെ അതിലാണ് ഈ എയർ ഉണ്ടാവില്ല. മീനിൻ്റെ ബാലൻസ് ചെയ്യുന്ന സാധനമാണ്. നല്ല ഫൈറ്റുള്ള ടൈപ്പ് മീനാട്ടത്. തത്തമ്മ ഫിഷ് ആള് ചില്ലറക്കാരനല്ല. ഇത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യണം. വാൽമേൽ ഒരു ചെറിയൊരു വരട്ട് കൊടുക്കാം. പിന്നെ ഓരോന്നും ചെറുതാക്കി നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. സംഭവം സിമ്പിളായി. 5 പീസ് ഇട്ട് കഴിഞ്ഞാൽ തല ഒഴിവാക്കിയിട്ട് 5 പീസ്. ഈ മീനിൻ്റെ നമുക്ക് തൊലി ഒഴിവാക്കണം കേട്ടോ. തൊലി ഒഴിവാക്കിയാൽ ഇതിൻ്റെ കാര്യമുള്ളൂ. അത് നമുക്ക് തലഭാഗം കണ്ട്
ഒഴിവാക്കാം. നല്ല പവറാട്ടോ ഈ മീനെ. അതിൻ്റെ തൊലി 1.5 കട്ടിയായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയാണ് ഇതിൻ്റെ തൊലി നമുക്ക് കളയണം. ഇതിൻ്റെ ബോയൻസി ആണിത്. കുറച്ച് മൂപ്പുള്ള മീനാണ്. അത്യാവശ്യം നല്ല ഉറപ്പുണ്ടാവും. കത്രി കൊണ്ട് തന്നെ ചെയ്ത് നോക്കാം. പക്ഷെ ഉള്ളിലുള്ള മാംസം അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള. മാംസം അത്യാവശ്യം ഇതിന്മേൽ തന്നെ പോരുന്നുണ്ടല്ലോ. ഈ മീൻ അധികം കിട്ടലൊന്നുമില്ല. അത് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് വലിയ പൊടുത്തൊന്നുമില്ല. പക്ഷെ നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. നമ്മളെ മാന്തള് ഇത് എന്താ പറയുക, സ്രാവ്, ആ ഒരു കാറ്റഗറി, ആ ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ. തൊലി വലിച്ചിലൊന്നുണ്ട്. നമുക്ക് പൂച്ച കൊടുക്കുക. അതിമ കാമ്പ് തിന്നോട്ടെ. സാൻഡ് പേപ്പറിൻ്റെ മാതിരി അതിൻ്റെ പുറം തോന്നുന്നുണ്ട്. പുറഞ്ച ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പൊരിക്കാം. നമ്മളെ തിരുതന ശരിയാക്കണം. ഇതിമ കുറച്ച് ചെളുക്ക ഊരിയെടുക്കാനുണ്ട്. പെട്ടെന്ന് ക്ലീൻ ആക്കട്ടോ ഈ സാധനം. വലിയ മീനായതുകൊണ്ട് ഒരുപാട് ചെളുക്കം ഇങ്ങനെ ഉണ്ട്. ഏകദേശം 1.5 അടിൻ്റെ മേലെ സാധനമുണ്ട്.
ഇതിൻ്റെ ബേക്ക് ഭാഗത്തു നിന്നാണ് തുടങ്ങിയത്. നല്ല നെയ്യുണ്ട് കേട്ടോ മീനിൽ. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കറുപ്പ് കളർ ഇത് നമുക്ക് ഇങ്ങോട്ട് ഇതിമൗണ്ട് ഇങ്ങനെ വരണ്ടെടുക്കാം. നെയ്യാണ് ഈ കാണുന്ന ഈ വെള്ളം. നമുക്ക് ചെറുതാക്കി പൊരിക്കാൻ പറ്റുന്ന കോലത്തിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്താം. നല്ല കാമ്പട്ട നല്ല മീറ്റ് സാറാണ്. നല്ല ഫുൾ ഫാറ്റിലാട്ട മീൻ നിൽക്കണേ. നല്ല മീറ്റാണ്. വാലിൽ നമുക്കൊരു വരട്ടെടുക്കാം. നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഇത്ര മീൻ കിട്ടി. നമുക്ക് ഓക്കെ. ഇത് നമ്മളെ പൂച്ചേട്ടോ. പൂച്ച സാർ മുന്നേ പോകുന്നുണ്ട്. ഗോ 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 ഗോ. പൂച്ചൻ്റെ ഏരിയ ഇവിടെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വന്ന് തിന്നോളും. പക്ഷെ വന്നാണ് തിന്നോട്. അത് നമ്മൾ പോയിട്ടേ തിന്നോളൂ. ഏതായാലും പൂച്ച സുഖമായിട്ട് തിന്നിട്ട് നമ്മൾ പോവാം. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ വീഡിയോക്ക് പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുന്ന ആൾക്കാർ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.